മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊരു സംഗതിയുണ്ട്. ഇതിൻ്റെ വെളിയിൽ പടച്ചോൻ എന്ത് വെച്ചിട്ടുണ്ടറിയോ? ഇവിടെ ഈ റമദാൻ മാസത്തിന് അള്ളാഹു വെച്ച് ഇതിൽ പൈസക്കാരനും എത്രയോ വലിയ കോടീശ്വരനങ്ങാവും പയച്ചിട്ടിരിക്കണം, ദാഹിച്ചിട്ടിരിക്കണം. മിസ്കീനും ഫക്കീറും എല്ലാം ഒരു സമമാണ് ഇതൊരു വിഷയത്തിൽ. വേറെ വ്യത്യാസമില്ല. ഒരു കച്ചവടക്കാരനായെങ്കിലും വലിയ പണക്കാരനാണ്, വലിയ മുതലാളി എങ്കിൽ ഒരു രാജാവ് എങ്കിലും അവനും പയച്ചിട്ടിരിക്കണം. ഒരു മിസ്കീനായതായിരിക്കുന്ന ആളൊരു ആണും അവനും ഇങ്ങനെ ദാഹിച്ചിട്ട് പയച്ചിട്ടിരിക്കണം. ഈ നിലക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ നിലക്ക് രണ്ടു കൂട്ടറും ഇവിടെ പൈപ്പിൻ്റെയും വിശപ്പിൻ്റെയും പിന്നെ ദാഹത്തിൻ്റെയും എല്ലാ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി. കച്ചവടക്കാരന്, പൈസക്കാരന്, മുതലാളി അവനുണ്ടായിട്ട് പൈസ, സാധുവാനില്ല, അവനില്ല, ഇല്ലാണോ അവൻ പൈസ. എന്നാൽ ഇവിടെ ആവതുള്ള കൂട്ടരോട് എന്ത് അള്ളാൻ്റെ കൽപ്പന അറിയോ? ഈ പെരുന്നാളാകുമ്പോൾ ഫിത്ർ സക്കാത്ത് എന്നുള്ളതിനെ കൊടുക്കലിന് അള്ളാഹു നിർബന്ധമാക്കി. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. വിജയിച്ചു പോയി. പരിശുദ്ധ റമദാൻ മാസത്തിന് നോമ്പ് നോറ്റതായിരിക്കുന്ന ആള് ഖദ് അഫ്ലഹ മൻ തസക്ക, സക്കാത്ത് കൊടുത്തതായിരിക്കുന്ന ആൾക്കാർ വിജയിച്ചു പോയി. എൻ്റെ റമദാന്റെ ഹക്കിനെല്ലാം വീടിയതിൻ്റെ ശേഷം പിന്നെ എന്താക്കുന്നു? ഫിത്ർ സക്കാത്തോടെ കൊടുക്കുന്നു. ഇവിടെ മുതലാളിയോട്, ആവതുള്ളവനോട് എന്ത് കൽപ്പന? നീ ആവതുള്ളതായിരിക്കുന്ന ആള് നീ ആവതില്ലാത്ത കൂട്ടർക്ക്, നിനക്കിപ്പോൾ പൈപ്പിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞല്ലോ, ദാഹത്തിന്റെ ബുദ്ധിമുട്ടെല്ലാം നിനക്ക് അറിഞ്ഞല്ലേ, അപ്പൊ നീ എന്ത് വേണം? ഇനി നീ ഇപ്പോ നിന്റെ തായലുള്ളതായിരിക്കുന്ന മിസ്കീനിലേക്കും ഫക്കീറിലേക്കും നിന്റെ തടീന്റെ വകയിലായിട്ട് തടീന്റെ സക്കാത്ത് എന്ന് പറയുന്ന സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. അത് എല്ലാ എനിക്ക് കച്ചവടക്കാരനാണെന്നില്ല, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മുതലാളിയാണെന്ന് പറഞ്ഞിട്ടില്ല. പെരുന്നാൾ രാത്രിന്റെയും അന്ന് പിറ്റേന്നത്തെ പകലിന്റെയും ചെരുവ് കഴിച്ചിട്ട് ജാസ്തി ഒരാളുടെ എത്ര ഉണ്ട് അവനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ വലിയ മുതലാളിയാവണമെന്നുള്ള നിബന്ധനയില്ല. മുതലിന്റെ സക്കാത്ത് കൊടുക്കണം, അതിൻ്റെ അതിലൊക്കെ കണക്കുണ്ട്, അതിനനുസരിച്ച് മുതലുള്ള ആളാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ തടിന്റെ സക്കാത്ത് സാധാരണക്കാർക്കെല്ലാം ഉണ്ട്, അത് നിർബന്ധമാണ്. ഇനി ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ നോമ്പ് പറ്റുന്നതുകൊണ്ട് അവന്റെ ആവതുള്ള ആള് അവന്റെ നോമ്പിനെ അള്ളാഹ് സ്വീകരിക്കാനാണ്. 30 നോമ്പ് അത് വെറുതെ ആയിപ്പോയി. തിരിഞ്ഞ ഏതുപോലെ ആയില്ലെങ്കിൽ അത് ഉറിയിൽ വെച്ചതായിരിക്കുന്ന പാത്രം പോലെ മീറ്റല്ല താത്തയല്ല, അത് അവിടെ ഓഫായിട്ടുണ്ടോ, നിന്നിട്ടുണ്ടോ? മീറ്റൊക്കെ അതിന് വേർത്തല ഈ അമ്മല്ല ഈ നോമ്പല്ല. അപ്പൊ എനിക്ക് ചില ആൾ മനസ്സിലാക്കി ഫിത്ർ സക്കാത്ത് കൊടുക്കണതിന്റെ പൈസക്കാരനാണ് ഒന്നുമില്ല അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട. പെരുന്നാൾ രാത്രിൻ്റെ അന്നത്തെ അവൻ്റെയും അവൻ്റെ കുഞ്ഞുകുട്ടിൻ്റെയും ആവശ്യമായതായിരിക്കുന്ന ചിലവ് കഴിച്ചിട്ട് പിറ്റത്തെ പകലിൻ്റെയും മകരി വരെ ഉള്ളതായിരിക്കുന്ന ചിലവ്, ബാക്കി പിറ്റേന്ന് ഇപ്പിലേക്ക് പോകണം. അപ്പൊ ഇത്ര ആരിലുണ്ട്, അത് അരിയന്നെ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടായെങ്കിലും മതി. അത്ര ഒരു പെരുന്നാളിൻ്റെ രാത്രിൻ്റെയും പകലിൻ്റെയും ചെലവ് കഴിച്ചിട്ട് ഏറെ ഉണ്ടെങ്കിൽ അത്ര കൊടുക്കും. ഒരാൾ തന്നെ യാറുള്ളത്, ഒരു ആണ് യാറുള്ളതെങ്കിൽ ആ ഒരാൾക്ക് കൊടുത്താൽ മതി. ഇനി 10 കിടാക്കളുണ്ട്, അതിൻ്റെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ എല്ലാവരും കൊടുത്തോ. അതിന് 5 ആൾക്കുള്ളതുണ്ട്, അത്ര കൊടുത്തോ, എന്താ കൽപ്പന ഉള്ളത്? ഇനി എന്തുമില്ല, ഒരു അരസേർ അരിയാണ് ബാക്കിയുള്ളത്. എൻ്റെ എല്ലാ ചെലവും കഴിച്ചിട്ട് ഇത്ര അരസേർ അരിയാണ് അരസേറിന് കൊടുത്തു കിടക്കും. തിരിഞ്ഞില്ലേ? അതായിപ്പോൾ ആവത്, ഫിത്ർ സക്കാത്തിന്റെ ആവത് എന്ന് പറയുന്നത്. ഇതിനെ അധികം ആൾക്കാരും ഈ ജാതി എന്നുവെച്ചാൽ ഒരു മസല കേൾക്കാനോ പഠിക്കാനോ എനിക്ക് നമുക്ക് നേരം ഉണ്ടാവില്ല, അതിലേക്ക് നമ്മൾ തയ്യാറാവില്ല. ആര് പഠിക്കുന്നവർക്ക് പറയുന്നവർക്ക് പോകില്ല. പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും? എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അത് എല്ലാ പൈസക്കാർക്ക് മാത്രമുള്ളതല്ല, സാധാരണക്കാർക്കും ഉണ്ട് എന്ന് മനസ്സിലായി. ഇതിനൊന്നും ആവതില്ല. അവന് ഒരു ഫക്കീറായി പോയി, എനിക്കൊന്നിനും ആവതില്ല, അവൻ കൊടുക്കേണ്ട, അവനോട് കൽപ്പനയില്ല. ഈ ആവതുള്ള ഇത്ര ഞാൻ പറഞ്ഞ ഈ കഥകളിൽ ആവതുള്ള ആൾക്കാർ ഒരാൾക്ക് 2 കിലോ 600 ഗ്രാമസാണ് അതിൻ്റെ കണക്ക് ഒരാൾക്ക്, ഒരു തടിക്ക്. അങ്ങനെ 10 ആളുണ്ടെങ്കിൽ അതിന് അങ്ങനെ അതേപോലെ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. ഒരു കുറച്ച് ഏറെ കൊടുത്തും ബുദ്ധിമുട്ടില്ല, ഒരു 3 കിലോനെ കൊടുത്തു പോയി ഒരാളെ വകയിൽ, അതിലൊന്നും തെറ്റൊന്നുമില്ല. കുറയാൻ പാടില്ല എന്നേ ഉള്ളൂ, ഒരു കാര്യം കുറയാൻ പാടില്ല.